ഇന്ന് കേരളം അറിയപ്പെടുന്ന ഒരു കലാകാരനായ റാഷി ഡ്രോപ്സിന്റെ മകന്റെ രണ്ടാം പിറന്നാളാണ്. മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. ഞാൻ പോകുന്നു. അതെന്താ സാമ്പാറിന് താടി മീശുണ്ടോ? അതൊക്കെ സന്തോഷം. അപ്പൊ എല്ലാം കൊണ്ടൊരു ലാഭം തന്നെയല്ലേ. ഈ ഉപ്പാനെ പോലെ തന്നെ വലിയൊരു ഇൻഫ്ലുവൻസറായി നാളെ ഒരു മലയാള സിനിമയിൽ കളങ്ങട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വേറെന്താ ഉണ്ട്? സൽക്കാരെല്ലാം ഒരുക്കി തന്നത് നമ്മളെ റാഷിന്റെ ഉപ്പ തന്നെയാണ്. അടിപൊളി ഫുഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിന്റെ ബാപ്പാവും ഉമ്മ കഴിച്ചൊരു ബർത്ത്ഡേ ആണ്. ഓസിലെ രണ്ടാമത്തെ ബർത്ത്ഡേ. ഇത് ഇൻഷാല്ലാ നീ വലുതാകുമ്പോൾ നിങ്ങൾക്ക് കാണും. നീ ഇതിൻ്റെ സന്തോഷം നിങ്ങൾക്ക് വലുതാകുമ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നീ എന്തായാലും സന്തോഷിക്കുമെന്ന് വിചാരിക്കുന്നത് ഇൻഷാല്ലാ. ഹലോ ഗൈസ്, ഇന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു ദിവസമാണ്. കാരണം ഇന്ന് എൻ്റെ ഓസിൽ മോൻ്റെ ബർത്ത്ഡേ ആണ്. അൽഹംദുലില്ലാ, ജൂൺ 4 ഇന്നത്തേക്ക് ഓസിലിന് 2 വയസ്സ് പൂർത്തിയായി. ബർത്ത്ഡേ ആഘോഷിച്ചു എന്ന് പറഞ്ഞ് വിമർശിക്കാൻ വരണ്ട. കാരണം ആ ഒരു രീതിയിലല്ല, ഓസിലിന് 2 വയസ്സായതിൻ്റെ ഒരു സന്തോഷമാണ്. ശരിക്കും ബർത്ത്ഡേ ജൂൺ 4-നാണെങ്കിലും ഞങ്ങളിത് ഷൂട്ട് ചെയ്തത് മെയ് 31 ഞായറാഴ്ചയാണ്. അതായത് എല്ലാവരും ഫ്രീ ആവുന്ന ഒരു ഡേറ്റ് നോക്കിയിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തതാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു വീഡിയോ ഫ്യൂച്ചറിൽ ഓസിലിന് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്ന് വെച്ച് ബാക്കിയുള്ള ആൾക്കാർ കാണണ്ടെന്നല്ല, ഓസിലിൻ്റെ ഈ ഒരു രണ്ടാമത്തെ ബർത്ത്ഡേ എങ്ങനെയായിരുന്നു എന്ന് അവൻ ഫ്യൂച്ചറിൽ കാണുമ്പോൾ അവൻ എന്തായാലും സന്തോഷിക്കും. ഇൻഷാല്ലാ ഫ്യൂച്ചറിൽ കാണുകയാണെങ്കിൽ അവൻ എന്തായാലും സന്തോഷിക്കും. അവൻ മാത്രമല്ല ഞങ്ങളും എന്തായാലും ഒരുപാട് സന്തോഷിക്കും. ശരിക്കും അതാണ് എൻ്റെ പ്ലാൻ. അത് ഉദ്ദേശിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു 3-4 ദിവസം മുമ്പേ ഷൂട്ട് ചെയ്തതും പരിപാടി വെച്ചതൊക്കെ. ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ചെറിയൊരു ഫാമിലി ഫംഗ്ഷൻ എന്നുള്ള രീതിയിലാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ ഫാമിലീസും പിന്നെ വീടിന് ചുറ്റുവട്ടത്തുള്ള ആൾക്കാരും പിന്നെ എൻ്റെ നാട്ടിലെ 1-2 ഫ്രണ്ട്സും കാര്യങ്ങളും അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തതും ക്ഷണിച്ചതൊക്കെ. പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സിനെ എനിക്ക് വിളിക്കാൻ പറ്റിയില്ല. അതിലും എനിക്ക് വിഷമമുണ്ട്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഓസിൻ്റെ ഈ ഒരു സെക്കൻഡ് ബർത്ത്ഡേ അവന് ഫ്യൂച്ചറിൽ കാണാൻ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. ആ ഒരു ഫീല് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇപ്പം നിങ്ങളുടെ ആരെങ്കിലും ഫാമിലീസിലോ അല്ലെങ്കിൽ ഒരു 10-15 വർഷം മുമ്പത്തെ കാസറ്റോ CD അങ്ങനെ എന്തെങ്കിലും വെച്ച് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മളെ റിലേറ്റീവ്സൊക്കെ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ഫീല് നമ്മളിപ്പോൾ കാണുമ്പോൾ ഒരു ഫണ്ണല്ലേ. ആ ഒരു സംഭവം എന്തായാലും ഫ്യൂച്ചറിൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ അവൻ എന്തായാലും ഫണ്ണായിരിക്കും. അവന് മാത്രമല്ല ഞങ്ങളെ ഫാമിലീസിനും ഞങ്ങൾക്കും എല്ലാവർക്കും ഒരു ഫണ്ണായിരിക്കും, ഒരു വൈബായിരിക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ. സോ അതുകൊണ്ട് ഇനി ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നില്ല. ബാക്കി വിഷ്വൽസൊക്കെ ആ ഒരു ഒറിജിനൽ ഫീലിൽ പരിപാടി എങ്ങനെയാണ് ഷൂട്ട് ചെയ്തത് അതുപോലെ കാണാം. അതിന് മുമ്പ് എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഈ പരിപാടിക്ക് സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. വിളിച്ചവരൊക്കെ ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 5-6 ആൾക്കാർ മാത്രമേ ഞാൻ പ്രത്യേകം വിളിച്ചിട്ട് വരാത്തുള്ളൂ. ബാക്കിയൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട്, അതൊക്കെ ഓർമ്മയുണ്ട്. സോ വന്ന എല്ലാവർക്കും സന്തോഷം. ഒരുപാട് ഗിഫ്റ്റുകളും എന്താ പറയുക, ബൊക്കെ, പിന്നെ ടോയ്സ്, ഡ്രസ്സുകൾ, അങ്ങനെ കുറേ ചോക്ലേറ്റ്സ്, അങ്ങനെ ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട് ബർത്ത്ഡേക്ക് ഓസിലിന്. എല്ലാവർക്കും പ്രത്യേകം താങ്ക്സ് പറയുകയാണ്. പിന്നെ ഓസിലിന് ഒരുപാട് സന്തോഷമായി. കുറേ ടോയ്സും സൈക്കിളും സ്കൂട്ടറും അങ്ങനെ കുറേ വണ്ടികളുമായി. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ചില ആൾക്കാരുടെയൊക്കെ ഗിഫ്റ്റ് ഞാൻ പ്രത്യേകം ക്ഷണിച്ചവരൊക്കെ എനിക്ക് നല്ല രീതിക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ചെറിയ പരിപാടി ആയിരുന്നെങ്കിലും ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് നടന്നു. ഫുഡാണെങ്കിലും എല്ലാവർക്കും നല്ല അഭിപ്രായം. എല്ലാ ഐറ്റംസും നല്ല രീതിക്ക് എല്ലാവരും കഴിച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഇനി ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നില്ല. ബാക്കിയൊക്കെ നമുക്ക് ആ ഒരു ഒറിജിനൽ ഫുട്ടേജ്, ഒറിജിനൽ വിഷ്വൽസ് തന്നെ കാണാം. എന്ത് ഗോപാൽ ചാച്ചക്ക് പറയാനുള്ള? ഇന്ന് കേരളം അറിയപ്പെടുന്ന ഒരു കലാകാരനായ റാഷി ഡ്രോപ്സിന്റെ മകന്റെ രണ്ടാം പിറന്നാളാണ്. ആ പിറന്നാൾ കൂടാണ് വന്നത്. അപ്പൊ അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ശുദ്ധമലയാളമാണ് നമ്മളെ വിഷയം മതി. ഓക്കെ, വന്നതിൽ അതൊക്കെ സന്തോഷം. അപ്പൊ കിടാനി എല്ലാവിധ ജന്മദിനാശംസകളും മുമ്പുള്ള ഓക്കെ. അപ്പൊ ഈ കിടാവിന്റെ പേര് ആദം ഓസിൽ, മുഹമ്മദ് ആദം ഓസിൽ. ഈ ഉപ്പാനെ പോലെ തന്നെ വലിയൊരു ഇൻഫ്ലുവൻസറായി കാസർഗോഡിന് ആവട്ടെ. പറഞ്ഞു എന്തെങ്കിലും ഇവിടെ വന്നത് റാഷിദിന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനാണല്ലോ. ശുദ്ധമനാണല്ലേ കുറിച്ച് പറയാനാണെങ്കിൽ ഓസിൽ അല്ലെ, റാഷിന്റെ മോനായതുകൊണ്ട് പറയുന്നല്ല, ഉപ്പാനെ പോലല്ല, നല്ലൊരു കൊച്ചു തന്നെയാണ് കാണാനാണെങ്കിൽ. റാഷി ഇപ്പൊ റീൽസിൽ തുടങ്ങുന്നുണ്ടെങ്കിൽ
നമ്മളെ ഓസിലി നാളെ ഒരു മലയാള സിനിമയിൽ കളങ്ങട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അല്ല ഞാൻ താങ്ക് യു. ഓസിലിന് പേരിടാനുള്ള കാരണം ഓസിലിൻ്റെ പേരിടാനുള്ള കാരണം ഓളെ പേർക്കാർക്ക് ഓസിൽ എന്നുള്ള പേരിടണം ആഗ്രഹമുണ്ടായി. അപ്പം ഞാൻ നമ്മളെ അത് ഉപ്പ എന്നുള്ള രീതിയിൽ ആദം എന്നുള്ള രീതിയിൽ ഇടാന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ഡാഡി പറഞ്ഞ് എന്തെങ്കിലും ഒരു സ്റ്റാർട്ടിങ് കൂട്ടണം മുഹമ്മദ് അഹമ്മദ് അങ്ങനെ എന്തെങ്കിലും. അപ്പം ഞാൻ മുഹമ്മദ് ആദം ഓസിലാക്കി. അല്ലാതെ ഈ കളിക്കാരനായിട്ട് ഫുട്ബോൾ ബയ്യാണ് ഞാൻ ആലോചിച്ചത് അങ്ങനെ ഒരു കളിക്കാരനുണ്ടോ ഇന്നൊരു ഗസ്റ്റ് ആയിട്ട് നൗഷാദ് അല്ല പിന്നെ ഒരു സംഭവം ഉണ്ട്. അത് മാത്രല്ല വേറെ ഇപ്പൊ കളിയല്ല പ്രീമിയർ ലീഗ് ഉണ്ടാകുമ്പോഴേ പേരൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓസില്ല ഏതെങ്കിലും നല്ലൊരു ഇതാണ്. ക്യാമറ കാണുമ്പോ പേടിയല്ല. അപ്പൊ വേറെന്തോ ഉണ്ട്. പള്ളിക്ക് പോകുന്നത് മാത്രം ജുമാക്ക്. പിന്നെന്ത് വിശേഷമല്ലോ. അപ്പൊ അത്ര തന്നെ. അപ്പൊ ഞങ്ങൾക്ക് നല്ലൊരു സൽക്കാരെല്ലാം ഒരുക്കി തന്നത് നമ്മളെ റാഷിന്റെ ഉപ്പ തന്നെയാണ്. ഉപ്പാന്റെ കാറ്ററിംഗ് ഉണ്ട്. എന്താ കാറ്ററിംഗിന്റെ പേര്? MR കാറ്ററിംഗ്, മിസ്റ്റർ കാറ്ററിംഗ്. നല്ല അടിപൊളി ഫുഡ്. ഇപ്പൊ കണ്ടിട്ട് പറയണം. നല്ല ടേസ്റ്റി ഫുഡ്. അപ്പൊ എല്ലാം കൊണ്ട് എനിക്ക് ലാഭം തന്നെയല്ലേ. വീഡിയോ എടുക്കാൻ ആള് വേണ്ട, വീടിന്റെ തന്നെ ആൾക്കാരുണ്ട്. അതുപോലെ ഫുഡിന് പുറത്തു പോകണ്ട. ഡ്രസ് മേഖല മാത്രം പുറത്തു പോയി തോന്നല്ലേ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. വലിയ ക്ഷണം സ്വീകരിച്ചു വന്ന ഫവാസിനും ടീമിനും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. എന്റെ ഈ വാക്ക് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഓന് ഒരു വണ്ടി ഇട്ടറിയോ? ഈദ് മുബാറക്ക് എല്ലാം അറിയില്ല. ഈദ് 30. ഹാപ്പി ബർത്ത്ഡേ. Happy birthday. ഹാപ്പി ബർത്ത്ഡേ ഓജു. എല്ലാവർക്കും ഉണ്ട്. റെഡി? ഇതെന്ത് പണ്ടാ ഓക്കെ അടുത്താ പിടിച്ചോ. ഹാപ്പി ബർത്ത്ഡേ. ഇവിടുന്ന് എടുക്കണം, പോടെ പോയിട്ട് എടുക്കണം. രാജ്യൻ്റെ ആകെ പമ്പേഴ്സ് ആണ് മുട്ടായി ആൻഡ് പമ്പേഴ്സ്. നിങ്ങൾക്ക് ഇതും പിടിച്ചോ. പ്രേം ചാച്ചാൻ്റെ വകെ. ഓക്കെ. അൽഹംദുലില്ലാ ഓസിലിൻ്റെ രണ്ടാമത്തെ ബർത്ത്ഡേ സന്തോഷത്തോടെ കഴിഞ്ഞ്. അപ്പോൾ വലുതാകുമ്പോൾ ഇതിപ്പോൾ 2026 2026 ജൂൺ 4 നിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെയ് 31 എല്ലാവരും ഫ്രീ ആവുന്ന ഡേറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ സെറ്റപ്പ് ആക്കിയതിന്. അപ്പോൾ നീ എപ്പോൾ വലുതാകുമ്പോൾ ഇൻഷാല്ലാ ഈ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡേ, ഒരു സെലിബ്രേഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റപ്പ് ആക്കിയിന്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും അറിയാൻ പ്രായമായിട്ടാണ്. അതായത് 2026 ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുള്ളത്. ഇൻഷാല്ലാ അപ്പോൾ ഞങ്ങൾ നീ വലുതാകുമ്പോൾ കാണുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്തായാലും ഇതിൻ്റെ ഒരു ഫീൽ മനസ്സിലാവും. ഈ സന്തോഷം നിങ്ങൾക്ക് അപ്പം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിൻ്റെ ബാപ്പാവും ഉമ്മാവും സെറ്റപ്പ് ആക്കിയാണ്. മാത്രമല്ല
പ്രത്യേകിച്ചിട്ട് ബാപ്പാന്റെ ബാപ്പവും ഞങ്ങളെ നല്ലോണം എഫേർട്ട് എടുത്തിന് ബാപ്പ ഫാമിലി എല്ലാം. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തോടെ കഴിച്ചൊരു ബർത്ത്ഡേ ആണ് ഓസിലെ രണ്ടാമത്തെ ബർത്ത്ഡേ. ഇത് നീ ബൽദാമ കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നീ ഇതിൻ്റെ ഫീൽ നിങ്ങൾക്ക് ബൽദാമ മനസ്സിലാവും ഇൻഷാ അല്ലാ. ഇതോടുകൂടി ഈ വ്ളോഗ് കൂടെ കഴിയുന്നു ഇൻഷാ അല്ലാ. പരിപാടിക്ക് വന്ന എല്ലാവർക്കും പരിപാടിയുമായി സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്തായാലും നല്ല സന്തോഷമായി എല്ലാവർക്കും. താങ്ക് യു. ബൈ.